വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആത്യന്തികമായ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം, അതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. The coming of our Lord Jesus Christ was mentioned by Matthew through that sign, the verse which says, "Come to me, all you heavily labor and are weak, come to me." അപ്പോൾ വിശ്രമമില്ലാതെ ജീവിതത്തിൽ അഴഞ്ഞ് ഉഴലുന്നതായ ജനത്തിന് വിശ്രമം നൽകുന്നവനായ കർത്താവ്. It was something that someone who will give rest to the people who do not have rest. That was our Lord Jesus. ജീവിതത്തിൽ സംശയത്തോടു കൂടി ജീവിതത്തെ, ഈ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും, ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ളതായ ആകുലതയോടുകൂടി കടന്നു പോകുന്നവർക്ക് ജീവിതത്തിൽ ഉറപ്പ് നൽകുന്നതാണ് കർത്താവിൻ്റെ പ്രവൃത്തികളും കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും. And for those who are in uncertainty and don't know where my life will end, Lord Jesus came for giving strength to such people. എല്ലാറ്റിലും ഉപരിയായി ഹൃദയം തകർന്നവർക്ക് അവന് ആശ്വാസമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. And above all these, for people who have come with a broken heart, he came with peace. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. In this time, people ask a certain question. അതെത്രമാത്രം സമ്പന്നനായാലും, എത്രമാത്രം ദരിദ്രനായാലും, എത്രമാത്രം വിദ്യാസമ്പന്നനായിരുന്നാലും അവന്റെ ചോദ്യം ഇതാണ്: എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? No matter how rich or poor or how educationally qualified they are, they still ask, why should I live? ഈ ജീവിതത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ, അർത്ഥമുണ്ടോ എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയം ചോദിക്കുന്ന ചോദ്യമാണ്. A man will ask, is there any value to my life or any meaning to it? ഈ വേദന എന്ന് അവസാനിക്കും? ഇതിനപ്പുറം എനിക്കൊരു സന്തോഷത്തിന്റെ നാളുകൾ ഉണ്ടോ, ഒരു പ്രത്യാശയുടെ ദിനമുണ്ടോ എന്ന് ചോദിപ്പിക്കുന്നതായ പ്രസക്തമായ ചോദ്യങ്ങൾ. The question, when will this pain end, and is there any hope or peace for me in the going future? എൻ്റെ ജീവിതത്തിന്റെ പതർച്ചകളുടെയും തകർച്ചകളുടെയും നടുവിൽ എൻ്റെ കൂടെ ആര് നിൽക്കും എന്നുള്ളതായ ചോദ്യങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരാറുണ്ട്. In the troubles and crisis of my life, who will stand with me is another question people ask. നാം ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ശാസ്ത്രം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, മനുഷ്യന്റെ സാഹചര്യങ്ങൾക്കെല്ലാം വിശാലതയുണ്ടാകുന്നു. എന്നിരുന്നാലും അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠയ്ക്ക് യാതൊരു കുറവുമില്ല, അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In this day and age we live, we know people in this time we have advanced technology facilities, but yet the emptiness in the person's life has not been completed. പണ്ടൊരിക്കലും നാം കേട്ടിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യൻ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയി, വളരെ ഉത്കണ്ഠപ്പെട്ട്, നിരാശപ്പെട്ട്, വളരെ ഒപ്രസ്ഡ് ആയിട്ട് ജീവിക്കുന്നതായ ഒരനുഭവം ഈ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നു. At the same time, we can see it is a time where people are very much stressed and in discomfort and troubles these times. വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, തങ്ങൾ ഐസൊലേറ്റഡ് ആയി പോകുന്നു എന്നുള്ള ചിന്ത മനുഷ്യനിൽ പെട്ടെന്ന് അധികമായി വർദ്ധിച്ചു വരുന്നു. And a thought which comes to them quickly is that I am alone and I'll be isolated. ഒരിക്കലും ഇല്ലാത്തതുപോലെ മനുഷ്യന്റെ ഭയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. And like not before, the fear is also increasing in among people. പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നതായ അനുഭവങ്ങൾ, experience where a person gets afraid quickly. ജീവിതത്തെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാകുന്നതായ, കുറ്റബോധം വേട്ടയാടുന്ന ജീവിതാനുഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. And most of them who are tormented with guilt about their life. നാളെയെക്കുറിച്ചുള്ള ചിന്തയും ആകുലതയും ജീവിതത്തിന്റെ മുൻപിലുള്ള അനിശ്ചിതത്വവും പണ്ട് ഒരിക്കലും ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിലും അധികമായിട്ട് മനുഷ്യ ജീവിതം അതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. The worries about tomorrow and uncertainties which were like never before, people are facing it now. നോക്കണം, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിന്റെ കടന്നുവരവ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അവതാരം. And in such an age, that is when the Jesus is coming. നോക്കണം, നമ്മൾ നമ്മുടെ കർത്താവിനെ എങ്ങനെയാണ് നാം കാണുന്നത്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ടാണ് ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ആധാരമാക്കിയാണ് നാം ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. We are going to focus on how we have seen Jesus and what is his influence in our lives as we move forward. നമുക്കറിയാം, ലോകത്തിൽ ധാരാളം
ഫിലോസഫേഴ്സ്, ശക്തന്മാരായ ആളുകൾ, ആദർശവാദികൾ ഒരുപാട് പേര് ജന്മം കൊണ്ടിട്ടുണ്ട്. We know that in this world there have been many philosophers and scholars who have been born. മനുഷ്യൻ എന്നും ഒരു ഉത്തേജനമായി, പ്രതീകാത്മകമായി, ഒരു പ്രേരണയായി, ഇൻസ്പിറേഷനായി നിൽക്കുന്ന അനേകം ആളുകൾ ലോകത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. There are people who have been very much motivating and inspirational leaders and models for the people in this world. യേശു കർത്താവ് അങ്ങനെ ഒരു മതപഠനത്തിലൂടെ വ്യക്തികളെ ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു വ്യക്തിയായിട്ടോ വ്യക്തിത്വമായിട്ടോ അല്ല യേശു ക്രിസ്തുവിന്റെ അവതാരം. But Jesus did not come like such a person to deliver people in this manner. സെക്കുലർ വേൾഡ് കർത്താവിനെ കാണുന്നത് ആ വിധത്തിലാണ്. But the secular world sees Jesus as such a person. എന്നാൽ ദൈവത്തെ, കർത്താവിനെ അനുഭവിച്ചറിയുന്നതായ ജനത്തിന് കർത്താവ് അങ്ങനെയുള്ളവനല്ല. But those who have experienced God and Jesus, God is not like that. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം ദൈവത്തെ അനുഭവിച്ചറിയുന്നവരായിട്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. While we have gathered here today, we have gathered as per our experience of വിവിധ Jesus. വിധത്തിൽ നാം ദൈവത്തിന്റെ കരുതലും കൃപയും കരുണയും സഹായവും രക്ഷയും അനുഭവിച്ചവരാണ്. In different ways we have experienced His provision, care and salvation in our നോക്കണം, lives. കർത്താവിന്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് അത് സാക്ഷാൽ വെളിച്ചമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. The incarnation of our Lord Jesus Christ was like light to this world. അത് മാത്രമല്ല, കർത്താവ് പ്രത്യാശയും മനുഷ്യന് സമാധാനവും അതിലെല്ലാറ്റിലും ഉപരിയായി അവന്റെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരകനായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. He came with comfort and a hope for the people and a resolution for all their troubles. മരിച്ചുകൊണ്ടിരിക്കുന്നതായ ഡൈയിങ് വേൾഡിന് ദൈവം ഒരു പ്രകാശത്തിന്റെ കിരണമായിട്ടാണ് യേശു കർത്താവിന്റെ അവതാരം. And He came as a ray of light for the world which was dying. ഹല്ലേലൂയ. ദൈവമൈതലേ, നമുക്ക് ആരാണ് ഈ കർത്താവ്? Today, who is this Christ for us? നമ്മുടെ ഹൃദയം പറയണം, എനിക്ക് എന്റെ കർത്താവ് ആരാണ്. And our heart should say who our Christ is അത് for me. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരണം. It should come out of our lips. അത് നമ്മുടെ ജീവിത ശൈലിയിൽ ആഗമനമായി സ്വാധീനം ചെലുത്തണം. It should come out of our lifestyle and create great നമ്മുടെ influence. വാക്കുകളിലും ചിന്തകളിലും വിചാരത്തിലും പ്രവൃത്തിയിലും യേശു കർത്താവിന്റെ ഹല്ലേലൂയ ആ ജീവിതത്തിന്റെ എസൻസ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാകണം. The essence of the life of Christ should be in our words, actions and experience. അതാണ് നമ്മുടെ ആധ്യാത്മികത കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. And that is what the Heavenly Father requires in us. ഈ കാലഘട്ടത്തിൽ വേറിട്ട വ്യക്തിത്വങ്ങളായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. In this age we have to live a separate life for that what God has ആ called us ബോധ്യത്തിൽ for. നിന്നുകൊണ്ട് ഈ ദൈവവചന ചിന്തയിൽ നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം. Let us be with that thought as we proceed പഴയ forward. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇതിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ എന്താണ് എന്ന് നാം ചിന്തിക്കുകയാണ്. We will think about the Old Testament foundation on this theme. യേശു കർത്താവിന്റെ വരവില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. Let us ourselves think, what if Jesus would not have come? യേശു കർത്താവ് വന്നില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു മാനവരാശിയുടെ അവസ്ഥ? What would have been the situation of mankind if Jesus would never had come? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ആഗമനം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയും പ്രത്യാശയും നമുക്കും അത് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ്. Therefore the coming of our Lord Jesus Christ brought great hope and expectation to the whole world and for us. ഇന്ന് പകൽക്കാലം ഈ വചനധ്യാനത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നാം പൂർണ്ണമായി ഹൃദയം കൊണ്ട് ഒരു കാര്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം, ഈ കർത്താവ് എൻ്റെ പ്രശ്നത്തിനെല്ലാം മതിയായവനാണ്. Therefore today while we are before the word, we should understand this God is enough for യെശയ്യാ us all പ്രവചനം our troubles. 53-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. In Isaiah chapter 53 verse 6 it says, we all have been lost as per sheep who have gone astray. നോക്കണം, ആടുകളുടെ അവസ്ഥ ആയിട്ടാണ് പ്രവാചകൻ ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. And through the experience of sheep, the prophet is explaining that situation. ആടുകൾക്ക് ഒരിടയനില്ലാതെ ആടുകൾക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. Without a shepherd, a sheep cannot proceed forward. ഒരിക്കലും അതിന് സർവൈവ് ചെയ്യാനേ സാധിക്കില്ല. A sheep cannot survive without a shepherd. അപ്പോൾ പ്രവാചകൻ വഴിതെറ്റി നടക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് പറയുന്നത്, ദൈവികമായ ഡയറക്ഷനിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ പ്രവാചകൻ വെളിപ്പാടിൽ പ്രവചിക്കുന്നത് അതേ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. The prophet, when he sees the people who have gone astray, is saying through the revelation, they have gone lost because they don't have a shepherd. നമുക്കറിയാം, ആദിമ മനുഷ്യനായ ആദമും ഹവ്വയും
We know about early men, Adam and Eve. അവർക്ക് ദൈവവുമായിട്ടുള്ള വലിയ സംസർഗവും കമ്മ്യൂണിയനും അവർക്ക് ഗാർഡൻ ഓഫ് ഏദനിൽ ഉണ്ടായിരുന്നു. We know about their fellowship and communion with God. ആ ഒരു സംവിധാനത്തെ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവരെ നയിക്കാനായിട്ട് ദൈവം വളരെ താല്പര്യപൂർവ്വം കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. When we observe that institution closely, we can see God was desiring to lead them closely. രണ്ടാമത്തേത്, ദൈവത്തിന്റെ ആ ഡയറക്ഷൻ ഇല്ലാതെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. And secondly, we can understand without God's direction they could not have gone forward. കാരണം ഇതിന്റെ എല്ലാം ഓതറും മേക്കറും ബിൽഡറും ദൈവം മാത്രമാണ്. Because God is the author and maker and builder of all these things. മനുഷ്യൻ ദൈവത്തിന്റെ ഒരു കേവലം സൃഷ്ടി മാത്രമാണ്. Man is also just a creation of God. അപ്പോൾ സൃഷ്ടികൾക്ക് പരിമിതിയുണ്ട്, എന്നാൽ സൃഷ്ടാവിന് പരിമിതിയില്ല. Creation has limits, but the creator has no limits. അപ്പോൾ സൃഷ്ടാവിന്റെ ആ പൂർണ്ണതയും അവനിൽ അടങ്ങിയിരിക്കുന്നതായ അന്തസത്തയും അതിന്റെ എസൻസും നാം ഗ്രഹിക്കേണ്ടതാണ്. Therefore, the completeness of the creator and the sovereignty we need to understand. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വാധീനം നമുക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നാം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ. Therefore, we need to clearly understand what is the influence of our God in our day-to-day life and go forward. നാം കേവലം സൃഷ്ടി മാത്രമാണ്. We are mere creations. അവൻ പകർന്നിരിക്കുന്ന കൃപകളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. The grace, apart from the grace He has poured upon us, we do not have anything. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവികമായ കവനന്റും കമാൻഡ്മെന്റും നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായ ഒന്നായി നാം മുൻപിൽ കാണണം. Therefore, it is very important to keep the godly command and covenant we have in our lives. നമുക്ക് ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ ആ ഡിസൊബീഡിയൻസ് അവരെ എല്ലാ വിധത്തിലും തകർക്കുകയാണ്. And we can see the disobedience of Adam and Eve destroyed them completely. അപ്പം ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ ഒരിക്കലും നമുക്ക് ആരോഗ്യകരമായ ഒന്നല്ല. Therefore, the experiences we have apart from God are not good for us. നമുക്കൊരിക്കലും അതിൽ മാറി നിന്നുകൊണ്ട് ദൈവിക പർപ്പസിൽ, ഡിവൈൻ ഡെസ്റ്റിനിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. And we can never go and reach the divine destiny if we are away from God. അത് മാത്രമല്ല, ദൈവത്തിന്റെ പർപ്പസ് നമ്മളിലൂടെ ഒരിക്കലും വെളിപ്പെടുകയില്ല. And God's purpose will never be revealed through us. ഇവിടെ ഡിസൊബീഡിയൻസ് നടന്ന വെരി മൂമെന്റിൽ തന്നെ ആ ദൈവകൃപ അവരിൽ നിന്ന് നഷ്ടമാകുകയാണ്. In that very moment when disobedience happened, the grace of God departed from them. അവർ പിന്നീട് നടക്കുന്ന ഓരോ പ്രതികരണങ്ങളും എല്ലാം നെഗറ്റീവ് പ്രതികരണങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And we see the actions they take after that are all in a negative manner. ഒരു വ്യക്തി കറക്ഷന് തയ്യാറാകാതിരിക്കുമ്പോൾ കൂടുതൽ കഠിനപ്പെട്ടുകൊണ്ട് ദൈവ പദ്ധതിയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. When a person is not ready for correction, he becomes hardened and wants to go away from the purpose of God. ദൈവിക ആലോചനകൾ ആവർത്തിച്ച് കേൾക്കുമ്പോഴും ദൈവിക പദ്ധതിയെ ഗ്രഹിക്കാതെ മറുതലിക്കുകയും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അവനിലൂടെയുള്ളതായ ഹോപ്പ് ലോകത്തിന് തന്നെ നഷ്ടമാകുകയാണ്. Even though he hears the counsel of God repeatedly, but he goes away and rebels, and the hope from him for the world is destroyed. കാരണം ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതം അങ്ങനെയായി. And that is how the Adam and Eve's life became. ആ വലിയ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് അവർ പോകുവാനിടയായി. They went from sin into sin. നമുക്കറിയാം, ദൈവം അവിടെ ഈ പാപം, ആ ഫസ്റ്റ് ഇൻസിഡന്റ് ടേക്ക് പ്ലേസ് ആയി, അതിനുശേഷം ദൈവം അവരെ തേടി വരികയാണ്. And we know that the first incident of sin happened, and God has come searching for ദൈവം them. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദാമേ നീ എവിടെ? God is coming and asking Adam, where are you? Where are you എന്നുള്ള ചോദ്യമാണ്. Where are you? God is asking. ഇന്നും ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു. Where are you? Even today the Holy Spirit is asking each one of us, where are you? ഹല്ലേലൂയ. ദൈവത്തിന് മുൻപിൽ ആദാം എങ്ങനെയാണ് പ്രതികരിച്ചത്? And how did Adam behave before God? നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. We know those circumstances. ആദാം വളരെ കൃത്യമായി സംഭവിച്ച വിഷയം ദൈവത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. Adam clearly explains what happened. എന്നാൽ അവൻ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറല്ല. But he is not ready to take responsibility about it. പിശാചിന്റെ പ്രവർത്തികൾ എപ്പോഴും
ഈ നേച്ചറിലുള്ളതാണ്. That is how the devil works in this nature. അവൻ ഒരിക്കലും റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. He will never take responsibility. അവൻ എപ്പോഴും മറഞ്ഞിരുന്നു കൊണ്ട് പോരാടും. He will always be hiding and working. അവൻ എപ്പോഴും മറ്റുള്ളവരെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ട് ഇരുട്ടിൽ നിർത്തുവാൻ നോക്കും. He will always keep the person confused and in the dark. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ ആ കള്ളന്റെ നേച്ചറിലാണ് ശത്രു പ്രവർത്തിക്കുന്നത്. That is why the Lord says thief comes to destroy and steal. That is how devil works. അവൻ ഒരിക്കലും ലൈം ലൈറ്റിൽ വരുത്തില്ല. He will never come in the limelight. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നിയമത്തിന് വിരുദ്ധമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ഔട്ട്ഫിറ്റുകളുണ്ട്, മിലിറ്റന്റ് ഔട്ട്ഫിറ്റുകളുണ്ട്. പലതരത്തിലുള്ളതായ സംഘടനകൾ ഇന്ന് ലോകമാകമാനമുണ്ട്. And we know about very many militant outfits and organizations who have come against the law in this അവർ world. മറഞ്ഞിരുന്നു കൊണ്ട് വലിയ പ്രത്യാക്രമണങ്ങൾ നടത്തും. അവർ മറഞ്ഞിരുന്നു കൊണ്ട് അവർ ആ ശരിയായ പോക്കിനെ, പാതകളെ തടയുന്നത് നമുക്ക് കാണാൻ കഴിയും. They will always be hiding but carrying out great devastations and causing harm to the correct paths. എൻ്റെ ഡിഫൻസ് സർവീസിലെ അനുഭവത്തിൽ തന്നെ എനിക്ക് ധാരാളം പറയാനുണ്ട്. In my defense service experiences, I can say many things. 1988 പഞ്ചാബ് കത്തിക്കൊണ്ടിരിക്കുന്നത് കാലം. In the 1988, when Punjab was burning, പ്രത്യേകിച്ച് ഡിഫൻസ് യൂണിഫോമിലുള്ള ഒരാൾക്ക് ഒരു 100 മീറ്റർ പോലും പുറത്തേക്ക് നടക്കുവാൻ കഴിയാതെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും നഷ്ടപ്പെട്ട കാലം. especially a time when a person with defense uniform could not travel freely. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന ഒരു വാഹനം വലിയ അംബൂഷിൽ പെടുകയാണ്. Vehicle we were traveling got into a great ambush at that നമ്മൾ time. ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥാനങ്ങളിൽ മറഞ്ഞിരുന്നു കൊണ്ടാണ് ശത്രു അത് വളരെ തന്ത്രപരമായി നമ്മുടെ മൂവ്മെന്റിനെ ലക്ഷ്യം വെക്കുന്നത്. The enemy aims at us by hiding in places which we cannot even imagine. അവർക്ക് സിവിലിയനെ വേണ്ട. They don't want civilians. ആരെ കിട്ടാതെ വരുമ്പോഴേ അവർ സിവിലിയനെ പിടിക്കുകയുള്ളൂ. They only catch civilians when they don't catch others. അവർക്ക് വേണ്ടത് രാജ്യത്തിന്റെ രക്ഷയെ ഉറപ്പിച്ച് നിയമ സംവിധാനങ്ങളെ നിലനിർത്താൻ നോക്കുന്നവരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. They want the influential people who keep the country and the laws of the country. എന്ന് പറഞ്ഞാൽ ശരിയായി നടക്കുന്ന സംവിധാനങ്ങളെ തകർക്കുക. They want to destroy the organization which are functioning in a right manner. മനുഷ്യന്റെ സമാധാനത്തെ ഇല്ലാതാക്കുക. They want to destroy the peace of the people. അപ്പോൾ ഇതേ നേച്ചറിലാണ് ശത്രു എപ്പോഴും പ്രവർത്തിക്കുന്നത്. In this nature devil works. ഇവിടെ ആദമിന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആദം ഇത് പറഞ്ഞെങ്കിലും ആദമിന് അനുതാപമൊന്നുമില്ല. This is what happened to Adam. Even though he said this, he did not have a repentance. ആദാം പറഞ്ഞത്, അവൾ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ തിന്നു. Adam said, she gave it to me, therefore I ate it. He never ready to take responsibility. He was never ready to take responsibility. അവനാണ് ആ കുടുംബത്തിന്റെ നാഥൻ, അവനാണ്. He is the head of the family. ഹല്ലേലൂയ. പക്ഷേ അവനാ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ. അവള് തന്നു, ഞാൻ തിന്നു. But he is not ready to take responsibility. He is just making excuses. ഇറസ്പോൺസിബിൾ ആയി അവൻ പ്രവർത്തിക്കുകയാണ്. Irresponsibly he is working. പ്രിയമുള്ളവരെ, ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പാപത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത ഒരു സ്റ്റെപ്പാണത്. For a person who is in sin, the next step for him is an irresponsibility. അവൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ ആ മോമെന്റിൽ തന്നെ അവൻ ഒരു പ്രശ്നം ഉണ്ടാകാതെ സെറ്റിലാകാമായിരുന്നു. ഞാനത് ചെയ്തു പോയി, ഡിസൊബേ ചെയ്തു പോയി എന്നൊറ്റ വാക്ക് മതിയായിരുന്നു. What should he had done is that he should have said, accepted, I disobeyed, and clear that problem. അവനത് പറയാൻ തയ്യാറല്ല. അവൻ അതിനെ മറയ്ക്കാൻ 100 കാര്യങ്ങളാണ് പറയുന്നത്. But he was not ready to say that, but wanted to hide it by many excuses. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം അവിടെ സോർട്ട് ഔട്ട് ആകുന്നില്ല. Therefore that matter did not solve there. അത് ഹവ്വായിലോട്ട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? What did Eve say? ഹവ്വ പറഞ്ഞു, പാമ്പ് തന്നു, ഞാൻ തിന്നു. Eve said, the serpent gave me, I ate it. നോക്കണം, ദൈവിക പർപ്പസ് ദൈവം ഈ ലോകത്തിൽ നിവർത്തിക്കുന്നത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കുന്നവരിലൂടെയാണ്. Godly purpose the God can only fulfill through people who live a life of responsibility. ദൈവത്തിന്റെ പദ്ധതികൾ വളരെ ഈസി വേയിൽ എടുക്കാനോ ലൈറ്റായിട്ട് എടുക്കാനുള്ളതല്ല, ഗൗരവപൂർണമായി അതിൽ പങ്കുചേരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God's purposes cannot be taken in a light manner, but should be taken in a serious manner. That's what God has called us for. അവന്റെ മനോഹരമായ പദ്ധതികൾ നമ്മുടെ ഈ ആയുസ്സിന്റെ പരിധിയിൽ നമ്മളിലൂടെ അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അതിന് വിധേയപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവതരമായ രീതിയിൽ ചേർന്ന് നിൽക്കാൻ
ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. His beautiful purposes for us, He wants us to be surrendered to it and take it seriously while we want to go നോക്കണം, forward. അതോടുകൂടിയാണ് ആ ഒരു ഡിസൊബീഡിയൻസിലൂടെ മരണം ലോകത്തിലേക്ക് വന്നു. Through that disobedience, death entered this world. അത് മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ളതായ കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. And the connection with God has been finished through that. പ്രിയമുള്ളവരെ, ഞാൻ ഉൾപ്പെടെ ചേർത്ത് ഞാൻ പറയട്ടെ, ഓരോ ദിവസവും നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ശ്രദ്ധയോടെ കാണേണ്ടതായ ഒരു കാര്യം, നാം ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുന്ന ഒരു ആക്ഷൻ നമ്മളിലുണ്ടോ എന്നുള്ളത് നാം ശോധന ചെയ്യണം. I want to say this, including me, that every day we need to introspect, is there any action in my life which has hampered or destroyed the connection with God? ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടാൻ പാടില്ല. The connection with God should never be destroyed. അതിന് ദൈവവുമായിട്ട് നാം ചേർന്നിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകൂ. That is possible only if we stay close to God. നാം ഇന്ന് സങ്കീർത്തന ധ്യാനത്തിലൂടെ കേട്ടു, ഭക്തൻ ദാവീദ് രാത്രിയിൽ അവന്റെ വചനത്തെ ഓർക്കുകയാണ്. In the psalm we heard that David remembered the word of God in the night. നോക്കണം, വളരെ അക്കൗണ്ടബിൾ ആയ ആ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ കൂടുതൽ സമർപ്പിക്കാനായിട്ട് ഇടയായി. ആ വചനം കേട്ടപ്പോൾ David is showing accountability here, and that's when I introspected myself. കാരണം അത് നമ്മുടെ പകലും രാത്രിയും എല്ലാം ദൈവത്തിനുള്ളതാണ്. That it means that our day and night belongs to the Lord സഭാ completely. ഹാളിൽ ഇരിക്കുമ്പോൾ മാത്രമുള്ള സമയമല്ല ദൈവത്തിന്റെ സമയം. The time we spend here is not just the time for God. ദൈവത്തിന്റെ പർപ്പസിനായി വിളിച്ചിരിക്കുന്ന ദൈവ പൈതലുടെ 24/7 അവൻ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. A child of God was called according to the purpose of God 24/7. He should live for God. അത് നമ്മുടെ ജീവിതത്തിൽ എൻഷുർ ചെയ്യുവാനായിട്ട് നാം പരിശ്രമിക്കണം. And we should endeavor to ensure that in our lives. നാം കേട്ടല്ലോ, മരിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പ്രതീക്ഷയും പ്രകാശ ദീപവുമായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. We heard about Jesus' coming, who came as a light and hope for the world which was dying and destroyed. അപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് യേശു കർത്താവ് വരുന്നത്. So Jesus came to seek and lost the sheep who have gone astray without a shepherd. പിതാവായ ദൈവം മനസ്സിൽ കണ്ടു, ഈ മനുഷ്യനെ ഉദ്ധരിക്കണം. തൻ്റെ ഓൺ ഇമേജിൽ സൃഷ്ടിച്ച, തന്നേക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യൻ, അവനെ പുനഃസ്ഥാപിക്കണം, അവനെ റെസ്റ്റോർ ചെയ്യണം, അവനെ പൂർണ്ണമായ സമാധാനത്തിലൂടെ അവന്റെ ജീവിതത്തെ കൊണ്ടുപോകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. And Father in heaven desired that this man who has lost the glory should be brought back to the same situation, who was created just a lower than the God, and that is what he's thinking. നമുക്ക് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും യേശു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. We can see Jesus in the full Old Testament from Genesis to and to the New Testament to പഴയ Revelation. നിയമത്തിൽ യേശു കർത്താവ് ഒരു വാഗ്ദത്തമായി നിൽക്കുമ്പോൾ, ഒരു നിഴലായി നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അതൊരു പൊരുളായി, ഒരു യാഥാർത്ഥ്യമായി യേശു കർത്താവ് അവതരിക്കുകയാണ്. In the Old Testament Jesus is standing as a shadow, but in the New Testament he is coming as a reality. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. In Genesis 3:5 we read, the son of the woman will trample the head of the serpent. ദൈവത്തിന് ഒരു ആൾട്ടർനേറ്റ് പദ്ധതി ദൈവം അവിടെ കൊണ്ടുവരികയാണ്. And God is bringing an alternative plan there. നോക്കണം, ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാടും മനുഷ്യന്റെ സൃഷ്ടിപ്പിലൂടെയുള്ളതായ ദൈവത്തിന്റെ താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ദൈവം ആവിഷ്കരിക്കുന്നത്. And that plan has been made as a foundation for the plan of the mankind. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Can we raise our hands and praise God? സങ്കീർത്തനക്കാരന് സങ്കീർത്തനം 23 പറയുന്നുണ്ട്, In Psalms 23 we read, നല്ല ഇടയനായ കർത്താവിനെ കുറിച്ചാണ് ദാവീദ് വെളിപ്പാടിലൂടെ പ്രവചിക്കുന്നത്. David through revelation is prophesying about a good shepherd, our Lord. യഹോവയായ ദൈവം എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു കുറവുമില്ലെന്നാണ് പറയുന്നത്. He says, since the Lord is my shepherd, I shall never want. നോക്കണം, ദാവീദ് ദൈവത്തെ കണ്ടത് ഒരു ഇടയനായിട്ടാണ്. We can see David saw God as a shepherd. നമ്മൾ ആ ഒരു നരേറ്റീവ് വളരെ കൃത്യമായി സൂക്ഷ്മമായി നമ്മളൊന്ന് പഠിച്ചാൽ, If we study that narrative carefully, ഒരു കൂട്ടം ആടുകളെ ഇടയൻ നയിക്കുമ്പോൾ അതിനകത്തുള്ളതായ കരുതലും അതിനകത്തുള്ള സൂക്ഷിപ്പും അതിനകത്തുള്ള പ്രൊവിഷനും നമുക്ക് വളരെ നന്നായി കാണാൻ കഴിയും.
we can then clearly see that a shepherd who is leading a group of sheep, his provision, care and protection നോക്കണം upon them. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ദൈവത്തെ കാണണം. And that is how we need to see God. അത് വിവരിക്കാൻ ഒരുപാടുണ്ട്, ഞാനത് വിവരിക്കുന്നില്ല. There's a lot to explain, but I don't പക്ഷെ want to. നിങ്ങൾക്ക് തന്നെ ഒന്ന് ഭാവനയിൽ അതൊക്കെ കാണാൻ കഴിയും. But you can yourselves imagine it. ആ ഒരു ഇടയനെ പോലെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. That is how God leads us, like a shepherd. ഹല്ലേലൂയ. അത് പുതിയ നിയമത്തിൽ പറയുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ആടുകളാണെന്നാണ് പറയുന്നത്. And New Testament it says we are the sheep of his pasture. എന്നാൽ യോഹന്നാൻ 10:11 കർത്താവ് തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. But in John 10:11 Jesus himself declares, I am the good shepherd. അപ്പോൾ പ്രശ്നമുള്ളവരെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് ആ ഇടയന്റെ ജോലിയാണ്. And that shepherd is responsible to deliver people who are in trouble. ബലഹീനരായിരിക്കുന്നവരെ സംരക്ഷിക്കുന്നത് ഇടയന്റെ ജോലിയാണ്. And that shepherd protects the weak. അത് മാത്രമല്ല, ആ ദൈവത്തിന്റെ സംരക്ഷണത്തെ വളരെ കൃത്യമായി ആ ഒരു ഇടയന്റെ ദൗത്യത്തിലൂടെ അത് വേദപുസ്തകം വരച്ചു കാട്ടുന്നു. And in the shepherd's duties we can see the great protection of God in that. കാരണം നടക്കാൻ വയ്യാത്തതിനെ തോളിലേന്തും. ഇന്ന് പകൽക്കാലം അത് ധ്യാനിച്ചു വേണം നാം ആയിരിക്കുവാൻ. Because the shepherd will take the sheep which cannot walk. മുടന്തുള്ളതിനെ എന്ത് ചെയ്യും? തോളിലേന്തും. The sheep which cannot walk he will put on his shoulders. യേശു കർത്താവിനെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ആ കൃപകളെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ധ്യാനത്തിലായിരിക്കാം. When we meditate about Jesus, let us experience his grace. നീ വീക്കാണെങ്കിൽ അവന് തോളിൽ വഹിക്കും. If you are weak, he will carry you on his shoulders. മുമ്പോട്ട് പോകാൻ കൂട്ടത്തിൽ മറ്റുള്ളവരോടൊപ്പം സമമായി നടന്നെടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, കൂട്ടത്തിലുള്ള ആടുകൾ അത് മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ നയിക്കുന്ന ഇടയൻ അത് നന്നായി ഗ്രഹിക്കുന്നുണ്ട്. If you feel you are not able to match others, the others may not understand, but Lord understands. കാരണം നീ പുറകിലായി പോവുകയില്ല. പിന്നെയോ അവൻ തോളിലേന്തുന്നതിനാൽ നീ ആ കൂട്ടത്തിൽ കാണും. നിന്നെ അവൻ ഡീഗ്രേഡ് ചെയ്യില്ല, നിന്നെ അവൻ പുറകോട്ട് കൊണ്ടുപോകുകയില്ല. ഹല്ലേലൂയ. നിന്നെ അവൻ മുൻപോട്ട് തന്നെ നയിക്കും. Because of your lameness you won't be left behind. He will bring you forward because he will carry you on his shoulders. ഈ ഇടയനോട് ചേർന്നുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. This is the great speciality if we live with this shepherd. നിന്നെ അവൻ പുറകിലടിക്കുന്ന ദൈവമല്ല. He is not someone who will leave you behind. സ്തോത്രം. നിന്നെ അവനെ ഒരു ബാക്ക് ബെഞ്ചറാക്കി ഇരുത്തുന്ന ദൈവമല്ല. He is not let you be a backbencher. പിന്നെ അവൻ നിന്നെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നവനാണ് അവൻ. But he will take you with the fold ahead. ഇതൊരു ദൂതാണ് ഹൃദയത്തിൽ ഏറ്റുക. This is a counsel പലർക്കുമുള്ള വിഷയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ദൈവാത്മാവ് ഇത് പറയുന്നത്. പ്രവചനാത്മക ശബ്ദമാണ്. The Holy Spirit is speaking as an answer to many questions. അങ്ങനെയുള്ളവർ ആധാരം കൊണ്ട് പറയണ എന്നെ അവന് ഹല്ലേലൂയ സ്തോത്രം, അവൻ എന്നെ ഒട്ടും കുറയാത്ത നിലയിൽ ഹല്ലേലൂയ അവൻ എന്നെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തും. Therefore let us proclaim that he will never let us down and always keep us with the fold. നാം പുറകിൽ നിൽക്കുമ്പോഴല്ലേ ശത്രു ജയഘോഷം കൊള്ളുന്നത്. When we are behind, that's when the devil wants to എന്നാൽ keep us ശത്രു down. ജയഘോഷം കൊള്ളാൻ അവൻ അനുവദിക്കത്തില്ലെന്ന്. But he will never let the enemy win over us. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാണ്. That is why David said, the Lord is my shepherd. Glory be to God. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. May the name of our God be praised. യെശയ്യാ പ്രവചനത്തിൽ കർത്താവിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. There's another thing about the Lord written in Isaiah. അവൻ നമ്മുടെ അതിക്രമങ്ങള് നമ്മുടെ പാപഭാരങ്ങളെല്ലാം അവൻ അവന്റെ ശരീരത്തിൽ വഹിച്ചു എന്നുള്ളതാണ്. He bore all our iniquities and our sins on his body. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിനുവേണ്ടി അവൻ മുറിവേറ്റിരിക്കുന്നു, തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. Through his stripes we have been healed. That's why he took the wounds on his body. അപ്പോൾ ദൈവികമായ ഡിവൈൻ ഹീലിംഗ്, പാപത്തിന്മേലുള്ള പൂർണ്ണമായ വിമോചനം, അത് സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ളതായ ഒരു ടീച്ചിങ് അല്ല. പിന്നെയോ ദൈവവചനത്തിലെ ഏറ്റവും കാതലായ പഠിപ്പിക്കലാണ് എന്ന് ഇന്ന് പകൽക്കാലം നാം ഓർക്കണം. Therefore a divine healing in our lives is not a side teaching, but it's also the main teaching through this word. അപ്പോൾ യേശു കർത്താവിന്റെ വരവ് രക്ഷ മാത്രമല്ല, പിന്നെയോ നമ്മുടെ സമ്പൂർണമായ ആരോഗ്യത്തിനും
സമ്പൂർണമായ സൗഖ്യത്തിനും വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. Therefore, the coming of our Lord Jesus Christ is just not salvation from sins, but also from all our sicknesses and good അത് health. നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ളതായ ഹീലിംഗ് മാത്രമല്ല, It is not just the healing in our physical നമ്മുടെ body. മെന്റൽ ഹീലിംഗ്, ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, നമ്മുടെ ഇന്റേണൽ പ്രോബ്ലംസ്, ഇതെല്ലാം കൈൻഡ് ഓഫ് സിക്നസ് ആണ്. അതിൽ നിന്നെല്ലാം മോചനം തരാൻ കർത്താവ് മതിയായവനാണ്. But it also includes our mental and emotional problems, which are kind of sickness, and God can deliver us from ഇന്ന് that. കർത്താവ് നിങ്ങൾക്കാരാണ്? ഒരു കാര്യം ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇന്ന് ഹൃദയം വേദനിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണെങ്കിൽ, ആ തകർച്ചകളെ, ആ വേദനകളെ, ആ ബലഹീനതകളെ, ആ രോഗത്തെ, ആ പ്രതിസന്ധിയെ അവൻ വഹിക്കുന്നു. Amen. Today we should understand who our God is. If we are sitting here with a broken and downcast heart, He will deliver and carry us forward. അതവൻ വഹിക്കുന്നു എന്നുള്ള ചിന്തയോടെ ധ്യാനിച്ചുകൊണ്ടിരുന്നാട്ട് He will carry it on Him. Let us think ഈ about ശുശ്രൂഷ that and go നിങ്ങൾക്കൊരു forward. നഷ്ടമാകില്ല. This service will never be a loss for you. കർത്താവിനെ വിശേഷാൽ ധ്യാനിക്കുന്ന മോമെന്റുകൾ വിടുതലിന്റെ മോമെന്റുകളാണ്. The moments when we think about our Lord Jesus Christ are for deliverance. ഏത് തരത്തിലുള്ള വിഷയമായിരുന്നാലും ആ വിഷയത്തിന് പരിഹാരം കർത്താവിലുണ്ടെന്ന്. Whatever your issue or concern is, the solution is with God. യേശു കർത്താവിന്റെ ജനനത്തിനും 780 വർഷം മുൻപേ വളരെ കൃത്യതയോടുകൂടെയുള്ള, വളരെ തെളിച്ചത്തോടുകൂടെയുള്ള വെളിപ്പാടാണ് പ്രവാചകൻ കണ്ടത്. Even before 750 years Jesus was born, this is the prophecy he saw clearly. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമതായി യേശു കർത്താവ് സൗഖ്യദായകനാണ്. എല്ലാ ആസ്പെക്റ്റിലും അവൻ നമ്മുടെ വിടുതലിന്റെ ദായകനായി നമ്മോട് കൂടെ ഇരിക്കുന്നു. Therefore, secondly, we saw Jesus is our healer in all area of our life. യേശു കർത്താവിൽ നമുക്ക് ലഭിക്കുന്നത് പുതിയ ഒരു ന്യൂ ലൈഫാണ്. And through Jesus what we receive is a new life. പുതിയ നിയമത്തിന്റെ വെളിപ്പാടിലേക്ക് വരുമ്പോൾ യേശു ക്രൈസ്റ്റിനെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഫുൾനെസ്സിലുള്ളതായ, ഒരു ന്യൂ ക്രീച്ചർ ആയിട്ടുള്ളതായ, ഒരു born again എക്സ്പീരിയൻസിലുള്ള ജീവിതമാണ്. The New Testament shows the experience of Jesus in our lives as a new creature or as a born again experience. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ അത് സുവിശേഷത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡാവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുകയാണ് ചെയ്തത്. That is why John in his gospel says, in the beginning was the word was God, and the word was with God, and that word came and dwelt with us in grace and truth. അപ്പോൾ ദൈവത്തിന്റെ എല്ലാമായി രൂഢമൂലമായിരിക്കുന്ന ഒരു പ്രസൻസ് ആണ് പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. Therefore the New Testament believers have that complete presence of Jesus in their പഴയ lives. നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനുള്ളതായ അല്ലെങ്കിൽ ആ ശുശ്രൂഷ ക്രമങ്ങള്, അതിനായി ദൈവം ഓർഡൈൻ ചെയ്യുന്ന, അനോയിന്റ് ചെയ്തിരിക്കുന്ന ദൈവദാസന്മാർ, അവിടെയുള്ള പരിമിതികളെല്ലാം തീർത്തുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് പൂർണ്ണതയോടുകൂടെ മനുഷ്യന്റെ ഇടയിൽ, നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുന്നതായി കാണാൻ കഴിയും. In the Old Testament we can see rituals and people ordained to do the work of God, but God is removing all those limitations and completing the presence in the New Testament. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പറയുന്ന ഒരു കാര്യമുണ്ട്. In John itself, Jesus before ascending to heaven saying something. അത് അല്പം കൂടി വളരെ ക്ലോസർ ആയിട്ടുള്ള, ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. It is something the apostle is speaking as a very close relationship with God. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ഇടയിൽ പാർക്കും എന്ന് മാത്രമല്ല പറയുന്നത്, ഒരു ഭാഗത്തുനിന്ന് ഞാനും എൻ്റെ പിതാവും നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യും. When they speak about Holy Spirit, it is not just that Holy Spirit will come, but he is saying I and my Father will come and dwell with you. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അപ്പോസ്തലൻ പറഞ്ഞു, you are the temple of God. That is why apostle says you are the temple of God. എങ്ങനെയാണ് ഒരു ഓർഡിനറി ആയിട്ടുള്ള, സാധാരണയായുള്ള ഒരു മനുഷ്യന്റെ ജീവിതം ഈ വലിയ ദൈവത്തിന്റെ ടെമ്പിളായി മാറുന്നത്? How can this ordinary person or a human being be a temple for this great God? ഹല്ലേലൂയ. ഈ ദൈവം വന്ന് നമ്മുടെ ഉള്ളിൽ പാർക്കുകയാണ്, അവന്റെ ഓഫീസ് നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കുകയാണ്. Because this God is coming and putting his office inside us. നോക്കണം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്
മറ്റ് പലതരത്തിലുള്ള റിലീജിയസ് ഫെയ്ത്തുമായിട്ട് കമ്പാരിസൺ നടത്താൻ കഴിയുന്നതല്ല. That is why Christian faith cannot be compared with other religious faiths. അത് ഏതെങ്കിലും ഒരു ദൂതനെ അയച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയല്ല അവിടെ കാണുന്നത്. It is not an act by sending an angel. ഏതെങ്കിലും പർട്ടിക്കുലർ മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ളതായ ഒരു സംരക്ഷണമല്ല യേശുവിലൂടെ ലഭ്യമാകുന്നത്. Or it is not something which has been sent through a particular message. പിന്നെയോ He sent his only begotten son Jesus, ഏകജാതനായ ആ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അങ്ങ് തന്നതാണ്. But instead he sent his only begotten son Jesus to us. ഇന്ന് പകൽക്കാലം അത് ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. Today can we think about that and praise God? ഉയരട്ടെ. Can we lift our hands എന്നെ and praise God? രക്ഷിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ, Amen, Jesus. എന്നെ സൂക്ഷിക്കുവാൻ, പുതുജീവിതം തരുവാൻ എൻ്റെ കർത്താവ് എന്നിലേക്ക് വന്നു. Amen. He came to give me new life and deliverance and restoration in my life. അത് യേശു കർത്താവിന്റെ ഫിസിക്കൽ ബോഡിയിലുള്ള മിനിസ്ട്രി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. That is something when we look into the physical bodily ministry of Jesus. നമ്മൾ നന്നായി കർത്താവിനെ അറിയണം. We should know our God clearly. അതിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നന്നായി അറിയണം. അങ്ങനെ അറിഞ്ഞ് പ്രാർത്ഥിക്കാനാണ് നമ്മൾ പോകുന്നത്. And we should know nicely or clearly the purpose of God. സമയം ഒരുപാട് മുമ്പോട്ട് പോയി പ്രസംഗം നിൽക്കേണ്ടത് 15 മിനിറ്റ് മുന്നേ നിൽക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ തുടങ്ങി 15 മിനിറ്റിനകം നമ്മുടെ മെസ്സേജ് നിൽക്കേണ്ടതായിരുന്നു. ഒരുപാട് മുൻപോട്ട് പോകുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ശക്തമായ നിയോഗം തരുന്നു. Time has gone forward, but I want to stand on this matter and pray. യേശു കർത്താവിന്റെ ആ പബ്ലിക് മിനിസ്ട്രി മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. If we just observe the public ministry of our Lord Jesus, അവരാരും പറയാതെ അവരുടെ വിശപ്പ് അറിയുന്നുണ്ട്. without even telling him knows their hunger. കേൾക്കാനായി കൂടി വന്ന ആളുകള് അവര് എന്നോട് കൂടെ ആയിരിക്കുന്നു, പല സമയങ്ങളായി അവരായിരിക്കുന്നു, അവർക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നുള്ള കാര്യം കർത്താവാണ് ഉന്നയിക്കുന്നത്. കർത്താവിനോട് ആരും പറയുകയല്ല. Jesus himself is telling them, the people who have come to hear me, you have to give them food because they are hungry. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ് അല്പം സിസ്റ്റമാറ്റിക് ആയി ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നത്. This New Testament teaching will have a systematic way of learning and praying. ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവപൈതൽ ഒരു കാര്യം അറിയണം. നീ കൂട്ടത്തിലുണ്ടോ, നിന്റെ വിശപ്പ് അവനറിയാം. For a person who is in the grace of God, if you are in the fold, he knows your hunger. ദൈവിക കൃപയിൽ ഭക്തിയോടെ അവനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ദൈവപൈതലെ നീ അറിയണം, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം, വേദന, ആ പെയിൻ അവൻ അറിയുന്നു. If you are someone who waits on the Lord, let me tell you, he knows the pain in your heart. നീ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ, നീ നിന്ന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. If you have been rejected, I mean set aside and feeling shamed, he knows you, he sees you. ഓ, നീ കണ്ണുനീരോടുകൂടിയാണ് നിന്റെ ദിവസങ്ങൾ നയിക്കുന്നതെങ്കിൽ അവനത് കാണുന്നുണ്ട്, ആ കണ്ണീര് അവൻ കാണുന്നുണ്ട്. If you are living your days with tears, he sees your tears. ഇന്ന് പകൽക്കാലം ആ ഒരു ചിന്തയിലേക്ക് ആ ഹൃദയത്തെ ഒന്ന് അടുപ്പിച്ചാട്ട്. Can we bring our heart to that close ഓ thinking? സ്തോത്രം, നിന്റെ എല്ലാ പെയിനും അവൻ നന്നായി മനസ്സിലാക്കുന്നു. He knows every bit of your pain. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഉറപ്പ് അവൻ ഇന്ന് പകൽ നൽകുകയാണ്. And today is strengthening you that you are not alone. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ നാമത്തിൽ അവനെ ഒന്ന് സ്തുതിക്കാം, ഒന്ന് മഹത്വപ്പെടുത്താം. Can we praise and thank God for this? ഹല്ലേലൂയ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. Amen. Hallelujah. Can we praise God for some time? ആ ആലോചനയിൽ നടക്കേണ്ട ചില വിടുതലുകളുണ്ട്. There are some deliverances to happen through that message. വചനം ദൈവം നൽകിയതിൽ ചില വിടുതലുകൾ നടക്കാനുണ്ട്. There are some deliverances to happen through this message. ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ. If we earnestly pray, നിന്റെ വേദന അവൻ അറിയുന്നു. he knows your pain. ഓ, നീ കടന്നു പോകുന്ന ഓരോ നിമിഷവും അവൻ അറിയുന്നു. He knows every minute you are going through. നിനക്ക് തന്നെ അറിയാം, നീ എങ്ങനെങ്കിലും അങ്ങ് പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നേ ഉള്ളൂ എന്ന്. You yourself know you are just standing before the people. എന്നാൽ ഒരു കാര്യം ആത്മാവ് തെളിവായി പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കും. But one thing the Holy Spirit is clearly saying, he will restore you. ഓ സ്തോത്രം, നിന്റെ ഈ കണ്ണുനീരിന്റെ നാളുകൾക്ക് അവൻ ഒരു അറുതി വരുത്തി പ്രവർത്തിക്കും. He will bring an end to the days of tears for you. ഹല്ലേലൂയ. ഈ യേശു കർത്താവ് നിനക്ക് വ്യക്തിപരമായി ഒരു അനുഗ്രഹമായി മാറുവാൻ പോകുകയാണ്. And this Jesus is going to be a personal blessing for you. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ അധികമായി ദൈവസന്നിധിയിലേക്ക് വരട്ടെ. Let us pray with the words in the presence of God. ഓ, നിന്റെ സങ്കടങ്ങൾ അധികമായി ദൈവത്തിലേക്ക് വരട്ടെ. Let our sorrows come out before the presence of God. മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി ദൈവപൈതൽ അതിന്റെ ജീവിതത്തിൽ അവൻ ഇന്ന് പകൽ ചെയ്യുകയാണ്. Beyond the
trust in man, God is going to do great things in your life. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ചില വിടുതലുകളാണ്. Oh Jesus, hallelujah. Thank you. സമ്പൂർണ്ണമായ പാപക്ഷമ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. There is be complete forgiveness of your sin. ഹല്ലേലൂയ. തള്ളപ്പെട്ട ജീവിതത്തിൽ നിന്നും ചേർത്ത് നിർത്തുന്ന ഒരു ജീവിതം അവൻ നൽകുന്നു. From a rejected life, He is bringing you close to Him. അവൻ സമാധാനമില്ലാത്തവന്റെ ജീവിതത്തിൽ അവൻ സമൃദ്ധമായ സമാധാനം നൽകുന്നു. In your life which has no peace, He is giving complete peace. നിത്യമായ പ്രത്യാശ അവന്റെ ജീവിതത്തിൽ ദൈവവൈതലെ നൽകുന്നു. He is giving you a blessed hope for the ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ മടി കാണിക്കേണ്ട. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ let us not hesitate to pray. യേശു കർത്താവിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ്. The blessings in the Lord is ours as well. അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. They are for us. അത് നമ്മുടെ അവകാശമാണ്. They are our inheritance. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. Let us start praying before God. ഹല്ലേലൂയ. സ്തോത്രം. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Their message is ending here സമയപരിധി കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. because of the scarcity of time. പക്ഷേ ഈ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. But God is going to do certain things in your life. ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. Can we pray? കണ്ണുനീര് അവൻ കാണുന്നുണ്ട്. He is the one who sees your tears. അവന്റെ സന്നിധിയിൽ മറ്റാരും കാണാതെ ഒരു കുറുപ്രാവിനെ പോലെ ശബ്ദം പോലും വരുന്നില്ല, വാക്കുകളില്ല. ദൈവസന്നിധിയിൽ കരയുന്ന അതിന്റെ കരച്ചിൽ അവൻ കാണുന്നുണ്ട്. വേറെ ആർക്കും കാണാൻ കഴിയില്ല, അവന് മാത്രമേ അത് കാണാൻ കഴിയൂ. No one will see, but He knows and sees your tears. യേശു കർത്താവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ സൂക്ഷ്മമായി നോക്കുക. If you observe His works clearly, മാർത്തയുടെയും മറിയയുടെയും വീട്ടിലേക്ക് അവൻ വന്നപ്പോൾ, when He came to Martha and Mary's house, കാര്യങ്ങളെല്ലാം തകർന്നു മറിഞ്ഞു കഴിഞ്ഞിരുന്നു. everything has been ended and finished. ശത്രു കൈകൊട്ടത്തക്ക രീതിയിൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. The devil has almost proclaimed victory. ആളുകൾ വിചാരിച്ചു അവിടെ കൊണ്ട് ഇത് തീരുവാണ്. The people thought it is all over. ദൈവത്തെ വാസ്തവമായി സ്നേഹിച്ചു നിൽക്കുന്ന ദൈവപൈതലേ, നിന്റെ മുൻപിലുള്ള ചലഞ്ച് ദൈവത്തെ സ്നേഹിച്ച് നിൽക്കുക എന്നുള്ളതാണ്. But for the person who loves God, let us continue to love Him. പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. He is mighty to work for us. പ്രവർത്തിപ്പാൻ അവൻ ഒരു സെക്കൻഡ് മതി. He just needs a second to work. അവനോടുള്ള സ്നേഹം പ്രൂവ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. We should be able to prove our love to Him. ഹല്ലേലൂയ. എല്ലാം തകർന്നു മറിഞ്ഞു എന്ന് മനുഷ്യർ വിധി എഴുതിയ സ്ഥാനത്ത്, When the people said everything is over and destroyed, കർത്താവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. Jesus came and worked for them. What a mighty God we serve. What a mighty God we serve. എത്രയോ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. What a mighty God we serve. എത്ര ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a very mighty God. എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു പുതിയ പ്രവൃത്തി അവൻ ചെയ്തില്ലേ? At the place where everything is over, He did a new. അതുപോലൊരു പ്രവൃത്തി നിനക്ക് വേണ്ടി അവൻ ചെയ്യുമെന്ന്. And in the same way, He will do it for you. ദൈവസഭ ഉണരട്ടെ. Can we awake? ദൈവസഭ സടകുടൻ എഴുന്നേൽക്കട്ടെ. Let us be awakened and strong. അതുപോലുള്ള പ്രവൃത്തി അവൻ നിനക്ക് വേണ്ടി ചെയ്യും. ഈ പകല അവന്റെ പ്രവൃത്തികൾ നിനക്ക് വേണ്ടി അവൻ ചെയ്യുകയാണ്. അവന്റെ പ്രവൃത്തികൾ വേറിട്ട പ്രവൃത്തികളാണ്. എല്ലായ്പ്പോഴും അവന്റെ പ്രവൃത്തികൾ വ്യത്യസ്തമായ പ്രവൃത്തിയാണ്. Deeds are always different. എന്തായിരുന്നു കുഷ്ഠരോഗികളുടെ അവസ്ഥ? What was the situation of the leper? അവർ പാളയത്തിന് പുറത്തടയ്ക്കപ്പെട്ടവരായിരുന്നു. They have to be out of the tent. അവർക്ക് ലൈംലൈറ്റിലും പൊതുസമൂഹത്തിലും വന്നു നിൽക്കാൻ അവർ കഴിഞ്ഞില്ല. They can never come in the limelight. അവർ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്തതായ മതസംഹിതകൾ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി. The religious leaders always kept them aside from the people. അവരെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി. They were set aside from their families. നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, അരിമനാഥനായ കർത്താവ് എന്താണ് അവിടെ ചെയ്തത്? But what did Jesus do there? അരിമനാഥനായ കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെന്നു. But Jesus went close to them. പ്രിയമുള്ളവരെ, ആളുകൾ അകറ്റി നിർത്തുമ്പോൾ, Amen, Jesus. That people keep you aside. നിയമങ്ങൾ നിനക്ക് മുന്നേറാൻ കഴിയാത്ത കൂച്ചുവിലങ്ങുകൾ ഇടുമ്പോൾ, when the law makes it tough for you to proceed forward, രാജ്യത്തിന്റെ നിയമങ്ങൾ നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞ് ഹല്ലേലൂയ ചെങ്ങല വയ്ക്കുമ്പോൾ, when the
law is tightening you with chains to not proceed forward. അവൻ അരികിലേക്ക് വന്ന ചങ്ങലയെ അഴിക്കുന്ന ഉദ്ധരിക്കുന്ന ദൈവമാണെന്ന് ആത്മാവ് വളരെ സ്പഷ്ടമായി വചന വെളിപ്പാടിൽ ജനത്തോട് അറിയിക്കുകയാണ്. Holy Spirit is saying Jesus will come close to break the chains of the law and bring you close to him. ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് യേശു കർത്താവ് ചെയ്തത്. Jesus did something which no one else did. ആരും ചെയ്യാത്ത പ്രവൃത്തി. No one else did that. അവൻ ആ കുഷ്ഠരോഗിയുടെ അടുക്കൽ വന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. He came close to that leper. ഓ, നമ്മുടെ കർത്താവിന് തൊടേണ്ട ആവശ്യമില്ല. Jesus doesn't want to touch. പക്ഷേ യേശു തൊട്ട് സൗഖ്യമാക്കി. Yet he touched and healed. യേശു ഒരു സന്ദേശം പറഞ്ഞു. He sent a message. ഓ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വന്നത്. I am yours. ഓ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വന്നത്. I have come for ഇന്ന് you. ഹൃദയം തകർന്നിരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെ ആത്മാവ് പറയുന്നു, അവൻ നിനക്ക് വേണ്ടിയാണ് വന്നത്. ഇന്നത്തെ നിന്റെ തകർച്ചകളെ മാറ്റാൻ, ഇന്നത്തെ നിന്റെ സങ്കടത്തെ മാറ്റാൻ, ഇന്നത്തെ നിന്റെ കണ്ണീർ കടലിനെ തുടച്ചു മാറ്റുവാൻ, ആനന്ദ ഘോഷത്താൽ നിന്നെ നിറയ്ക്കുവാൻ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നു, ശക്തമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നു. ഈ യേശു നിനക്കാരാണ് ഇന്ന് പകൽ പറ, യേശു, യേശു, യേശു എന്റെ എല്ലാം എല്ലാമാണ്. എന്റെ യേശു എന്റെ എല്ലാം എല്ലാമാണ്. എന്റെ കണ്ണീര് അവൻ തുടയ്ക്കുന്നു. Hallelujah, glory be to God, glory be to God. നയനിയിലെ വിധവയുടെ സംഭവം നിനക്കറിയാം. ഒറ്റ മകനാണ്. We know about the widow of Nain. ഒരേ ഒരു മോന്, only son. ആ മോഹൻ മരണപ്പെട്ടിരിക്കുന്നു. That son has died. ആ മകൻ ഇനിയില്ല. And that son is no more. ഓ, മതാചാര്യന്മാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. All the religious leaders have gathered. നാട്ടുകാർ ഒരുമിച്ച് കൂടി. The people in the place, town have gathered. അവർ കഷ്ടം എന്ന ഒരു നഷ്ടവും വരാത്ത വാക്കുകൾ അവർ പറഞ്ഞു. And they gave them words which were of no use. അവനെ ശ്മശാന സെമിറ്ററിയിലേക്ക് എടുക്കുന്ന സമയമായി. It's a time when they need to carry it to the cemetery. ആൾക്കാരൊക്കെ കണ്ണീര് തൂകി കൂടെ നിന്നു. And people are crying and standing together. ആ സെമിറ്ററിയിലേക്ക് ആ ഡെഡ് ബോഡിയുമായി പോകുന്ന മൊമെന്റ് നിങ്ങൾ ഓർക്കുക, ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. Remember that moment, the dead body is going to the cemetery. ആ മൊമെന്റിലാണ് യേശു അത് വഴി വരുന്നത്. At that moment Jesus is coming there. ഓ സ്തോത്രം, യേശു ആ വിധവയായ അമ്മയുടെ സങ്കടം കാണുകയാണ്. Jesus has seen the sorrow of that widowed mother. ആർക്ക് കഴിയും പ്രിയമുള്ളവരെ Who can do this? ഇങ്ങനൊരു വീര്യപ്രവൃത്തി ചെയ്യാൻ? Who can do this great thing? ആ മകനെ ഉയർപ്പിച്ച് ആ അമ്മയുടെ കൂടെ തിരികെ വിട്ടു. He raised that son from the dead and gave it back. ഈ ദൈവം നിനക്കാരാണ്? ഏറ്റെടുത്താട്ട്, വിശ്വസിച്ചാട്ട്. for you. Amen, Jesus. Hallelujah. നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നതിനെ മടക്കി തരാൻ കഴിവുള്ള സർവ്വവല്ലഭനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് ദൈവപൈതലായിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ, പക്ഷെ അത് ലോകത്തിന് തരാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്തിൽ ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ? Can you think, anyone in this world do that? What a wonderful God we serve. What a wonderful God we serve. എത്ര കരുണയുള്ളവനെയാണ് നാം സേവിക്കുന്നത്. What a merciful God we serve. നമ്മുടെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ അറിയുന്ന, who knows the inner parts of our heart. നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥമായ ചിന്തകളും വേദനകളും അറിയുന്ന, who knows the real thoughts and pain in ഒരു our heart. നല്ല യേശുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. We have got this good Jesus for us. അതൊരു വലിയ പ്രിവിലേജ് ആണ്. It is a great privilege. ആ അമ്മ ആ മകനെയും ചേർത്ത്
ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. That mother took her son and ഇന്ന് ഈ going back വചനം to her പറയുമ്പോൾ, house. ഈ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ, ദൈവ പൈതലേ, നിനക്ക് ഒരു ചരിത്രം അറിയാത്തത് കൊണ്ട് ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവിന്റെ തിരുസാന്നിധ്യം ഈ ആലയത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തങ്കച്ചിറകടി ശബ്ദം ഇതിനകത്ത് പറന്നു നിൽക്കുകയാണ്. ഇന്ന് ദൈവ പൈതലിനെ ബലപ്പെടുത്താൻ, ദൈവിക വിടുതലിലേക്ക് നയിക്കുവാൻ, ദൈവ പ്രവൃത്തിയിലേക്ക് കരം പിടിച്ച് നടത്താനാണ് ഈ ശബ്ദം, ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നത്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നടക്കട്ടെ. തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടുന്നു, അവന്റെ വളർച്ച, അവന്റെ ഭാവി, അവന്റെ പഠനം, ഹല്ലേലൂയ, നീ ഉത്കണ്ഠപ്പെടുന്നെങ്കിൽ, മക്കളെ ഹോവ നൽകുന്ന ദാനം ഉദരബലം അവന്റെ പ്രതിഫലമാണ്. അവന് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവന് ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ധൈര്യപ്പെടുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവജനം ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് തേങ്ങലുകൾ ഉയരട്ടെ. നിലവിളി ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ദൈവവേദന നിന്റെ നിലവിളിയുടെ മുൻപിൽ അവൻ മാറി നിൽക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ നാമത്തില് സന്തര ക്ഷമനകസ്യാല, യേശുവിൻ നാമത്തില് റത്തൽ വൈഡരാധരാധല അടർക്കമനാദിയാരകന, യേശുവിൻ നാമത്തില് ശത്രു വിധി എഴുതി അനുവദിക്കത്തില്ലെന്നോ വെല്ലുവിളി ഉയർത്തിയതായ പോരുകളും വെല്ലുവിളികളും തടസ്സങ്ങളും നന്മകൾക്കെതിരായിട്ടുള്ളതായ വെല്ലുവിളികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവാത്മാവ് നൽകിയ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് അവിടുന്ന് പകർന്നിരിക്കുന്ന ആത്മീയ അധികാരത്തില് ആ വെല്ലുവിളികളെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തില് ദൈവിക വിടുതല് പ്ലേസ് ആകട്ടെ. ദൈവിക വിടുതലുകള് ടേക്ക് പ്ലേസ് ആകട്ടെ. ദൈവിക വിടുതലുകൾ രണ്ടാം മാസത്തിന്റെ പ്രാരംഭ ദിവസത്തിന് ദൈവാത്മാവ് ജനത്തെ ഉദ്ധരിക്കുന്നു. ദൈവിക വിടുതലുകളെ അവർ പകരുകയാണ്. യേശുവിൻ നാമത്തില് കർത്താവേ, നിലജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. We pray for these people. ഇവിടിരിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ, right from the smallest child here ഏറ്റവും മുതിർന്നവർ വരെ, till the senior-most member, ഓരോ വ്യക്തികളെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. everyone we commit into your presence. ഒരാൾ പോലും ഒഴിവാക്കപ്പെടാതെ There is nothing which is not possible. ദൈവപ്രവൃത്തിയെ കാണട്ടെ. Let them see your word. ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കട്ടെ. Let them experience the joy of your salvation. divine peace അനുഭവിക്കട്ടെ. Let them experience your divine peace. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ലോകത്തിനു സമാധാനം മനുഷ്യന് കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സമാധാനത്തെ വാഗ്ദത്തം ചെയ്ത കർത്താവേ, ആ ഡിവൈൻ പീസ് ഓരോ ഹൃദയങ്ങളും അനുഭവിക്കട്ടെ. The divine peace which you have given them, this world cannot give. Everyone may experience, Lord. Let us experience that peace, Lord. At this moment itself, that peace we experience. That divine peace. The peace saying that my God is with me. With the joy of salvation fill each and every one. ഓരോ ജീവിതത്തിലും പകരുന്നതിനായി സ്തോത്രം. We thank you for sending your healing and deliverance in every life today.
ഭയപ്പെടുന്ന രോഗങ്ങൾ The sickness which is making us ആത്മാവ് afraid. പ്രവചിക്കുന്നു. The Holy Spirit is saying, ശറബലഹസ്യ. Amen, Jesus, hallelujah. അർത്ഥാൽ വൈഡേരികാഥേനിയാസിനാദര. ഓരീബൽ പ്രവൽഖമനാസ്യാന്ധരയാ. നീ ഭയപ്പെടുന്നു. Amen, Jesus. You are afraid. രോഗഭയം നിന്നെ വേട്ടയാടുന്നു. Sickness is tormenting you. ഒരു മാറാവ്യാധി എന്ന വിധത്തിൽ നിന്റെ മനസ്സിനെ ഉലയ്ക്കുന്ന വെല്ലുവിളികൾ It is tormenting your mind that it will never go away from you. ഈ പകൽ യേശുവിന്റെ സാന്നിധ്യം അതിനെ അഴിച്ചു മാറ്റുകയാണ്. Today the presence of God is loosening it. കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ പ്രത്യേക പ്രവർത്തികൾ നീ നിന്റെ ജനത്തിൽ ചെയ്യുന്നതിനായി സ്തോത്രം. We thank you for your glorious works which you are doing. പ്രത്യേക ദൈവിക നിയോഗത്തിലേക്ക് നീ ഓരോരുത്തരെയും കരം പിടിച്ചുയർത്തുന്നതിനായി സ്തോത്രം. You are bringing everyone for your divine purpose, therefore we thank you. ആ ദൈവിക വിടുതൽ തന്റെ ജനത്തിൽ നീ കൽപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നു. You are commanding that great healings in the life of people, therefore we thank you. ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. We bless these people in your name. Our most loving Father, we thank you for this blessed time you have given us, Lord. We thank you for the blessed message you have sent to us through your servant, Lord, for the assurance that you are our good shepherd, Master. When no one knows what we are going through, you know very well, Father, the pain in our heart, the sorrow, the tears which you see, therefore we thank you. And you are enough and able to remove it from our lives, therefore we praise you, Lord. Help us, Lord, to be responsible, to be serious in our relationship with you, Lord, to be committed and accountable to what you have given us, Master. We surrender the rest of the time into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.